നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ അവസാനിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ ഓടും, അത് പിൻവലിക്കില്ല എന്നും മന്ത്രി. ആരെതിർത്താലും നഷ്ടത്തിലോടുന്ന ബസ്സുകളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. ഒരു വണ്ടിയും ഇല്ലാത്തിടത്ത് വണ്ടികൾ എത്തിക്കുമെന്നും മന്ത്രി. നഷ്ടത്തിലോടുന്ന KSRTC സർവീസുകൾ നിർത്തലാക്കും. മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത എസ്റ്റേറ്റുകൾ, ആദിവാസി കോളനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സർവീസുകൾ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ പരിഭവിക്കരുത്. ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തുക എന്നതിനാണ് പ്രധാന പരിഗണന. കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത പരിഷ്കാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയെ കാണും. അദ്ദേഹം അനുമതി നൽകിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കും. ദീർഘദൂര ബസ് യാത്രയ്ക്കിടെ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തിക്കൊടുക്കാറുണ്ട്. ആ സ്ഥലങ്ങൾ വൃത്തിയുള്ളതാകും. ശുചിമുറികൾ ഇല്ലാത്ത സ്ത്രീകൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകും. ശുചിമുറി ഉൾപ്പെടെ നിർമ്മിച്ചെങ്കിലും മാത്രമേ അവിടെ ബസ് നിർത്തുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുവരും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും ആരംഭിക്കും എന്നും പറയുന്നു. മുൻ മന്ത്രി ആന്റണി രാജുവിനെ താൻ വിമർശിച്ചുവെന്ന് പറയുന്നത് ശരിയല്ല. അതൊരു മാധ്യമ പ്രവർത്തകന്റെ മാത്രം സൃഷ്ടിയിലുണ്ടായ വാർത്തയാണ്. തന്നെ 2023 മുതൽ തോൽപ്പിക്കാൻ നടക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് അയാളെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും യൂണിയൻ നേതാക്കളാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് പുതിയ ബാറ്ററി ബസ് എത്തിയത് ഒരു മാസം മുമ്പാണ്. എന്നാൽ ഈ ബസ് ഇതുവരെ കഴുകിയിട്ട് പോലുമില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ എന്നും ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അത് കണ്ടുവെന്നും കാർ വാഷ് സംവിധാനം ഉപയോഗിച്ചുള്ള ബസ് കഴുകൽ പ്രായോഗികമല്ല. വെള്ളമില്ലാത്തിടത്ത് കൊണ്ടുപോയി വാട്ടർ വാഷ് വെച്ചിട്ട് കാര്യമില്ല എന്നും ബസ് കഴുകാൻ മാനുവൽ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ആദ്യമായി മന്ത്രി പദവി ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചുമതലയേറ്റപ്പോഴാണ് മാധ്യമങ്ങളെ കണ്ട വഴിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്.